പുതിയൊരു ഷാഡോ എഫക്ട്സ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാഗ് ഇവിടെ ഉണ്ട്, റെയിൻകോട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് ഇവിടെ ഉണ്ട്. ഇത് വട തന്നെ കേട്ടോ, വട. ഇത് കട്ടൻ ചായ, അത് കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചാണ്. ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. ഇന്ന് താമസിച്ചാണ് അടിച്ചത് കേട്ടോ. 7:45 കഴിഞ്ഞ്. എന്താണെന്ന് അറിഞ്ഞൂടാ. ഓർഡർ കൂടുതലുള്ളതായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്, ആപ്ലിക്കേഷനിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ഓർഡർ ഇപ്പോഴാണ് അടിച്ചത്. പക്ഷെ 3/4 മണിക്കൂർ താമസിച്ചാണ് അടിച്ചത് ഫസ്റ്റ് ഓർഡർ. പേരകനിലാണ് കേട്ടോ, പേരകൻ റെസ്റ്റോറൻറ്റ്, ക്യാഷ് ഹൗസ് പോലെ. അപ്പോൾ നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. 20-24 ക്യാമറ ഉണ്ട് യൂട്യൂബിൽ. ഗൈസ്, അപ്പോൾ കവടിയാറാണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ഉണ്ട്. ഓവർ അടിച്ച സമയത്ത് 3.7 കിലോമീറ്റർ ആണ് കാണിച്ചത്. ഇപ്പം കറക്റ്റ് 4 കിലോമീറ്റർ ഉണ്ട് ഇവിടെ. ഷാഡോ എഫക്ട്സിൽ എമൗണ്ട് വളരെ കുറവാണ് ഇപ്പം. 8 കിലോമീറ്ററിനൊക്കെ 39 രൂപയ്ക്ക്, 8 കിലോമീറ്ററിനൊക്കെ 39 രൂപയാണ് തന്നത്. വളരെ കുറവാണത്. എന്തായാലും പാടസം അറിഞ്ഞുകൂടാ. ഓവർ വളരെ കുറവാണ്. രാവിലെ 7:45 ഫസ്റ്റ് ഓവർ അടിച്ചത്. സാധാരണ 7:15 ആകുമ്പോൾ അടിക്കുന്നത്. 7 മണി 7:15 കൂടിപ്പോയി 7:30. ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടാണ്. കുറെ കറങ്ങി കേട്ടാ, കറങ്ങിയിട്ടാണ് കിട്ടിയത്. ഗൈസ്, അപ്പം 38 കിട്ടിയത്. ഗൈസ്, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. മദേഴ്സ് വെജ് പ്ലാസ് തന്നെ കേട്ടോ. ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 3.3 കിലോമീറ്റർ ഉണ്ട്. പതിനഞ്ച് ഊണൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. സാധാ ഊണ്, അല്ലെ ബോക്സ് അല്ല, ബോക്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ലാസ്റ്റ് പറയണത് സാധാ ഊണാണ്. പിന്നെ എന്തായാലും കൊണ്ടുപോയാലേ പറ്റുള്ളൂ. കുറെ ബാഗിൽ വെച്ച്, കുറച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ ഫേസ് ചെയ്ത് വെച്ച്. കസ്റ്റമറിന്റെ വീടെത്താറായപ്പോ മഴയും പെയ്തു, ഉള്ളു നനഞ്ഞ്. ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അണ്ണാ പോണ്ണ, ചവിട്ട് വിടണ്ണ, സമയമില്ലണ്ണ, പോണ്ണ. ഫുഡ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നൊന്ന് എടുക്കാം കേട്ടോ. $1682. ഗൈസ്, അപ്പോൾ ഒരേ ഒരു മസാല ദോശയേ ഉള്ളൂ. ഇപ്പോൾ കൊടുക്കാനുള്ളത് കൊച്ചൂർ റോഡാണ് കേട്ടോ.
നമ്മൾ ഇന്നലെ മെനിങ്ങാന്ന് കൊടുത്ത ഓറാണ് തോന്നുന്നത്. ശാസ്തമംഗലം കൊണ്ട് പോവാനുള്ളത്. ഗൈസ് ഇപ്പോൾ ഒരു മഴ പെയ്യും കേട്ടോ. ഇപ്പൊ 3 കിലോമീറ്റർ ഉണ്ട്. നേരെ സ്ട്രൈറ്റ് വിട്ടാൽ മതി കേട്ടോ. ശാസ്തമംഗലമാണ്. റോഡ് കൊള്ളാത്തതുകൊണ്ട് കുഴപ്പമില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ശോകമൊന്നും എൻ്റെ പൊന്നോ. ഇവിടെ ഇവിടെ ഒരു അവിടെ ലെഫ്റ്റ് സൈഡ് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു പണ്ട്. നമുക്ക് രാത്രിയൊക്കെ ചില സമയത്ത് നമുക്ക് ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ മതിയായിരിക്കും, ലാസ്റ്റ് ഇൻസെൻറ്റീവ് അടിക്കുക. ആ സമയത്തൊക്കെ രക്ഷിച്ച അവിടെ ഒരു ഹോട്ടലാണ്. ഓവർനൈറ്റ് വലുതായിട്ടില്ല, എങ്കിലും അത്യാവശ്യം ഇതുണ്ട് കേട്ടോ. അത്യാവശ്യം സംഭവം എല്ലാം ഉണ്ട്, ഓറും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്റെ പൊന്നോ, എത്ര സ്മെല്ല്! ഓട പൊട്ടി ഒഴിവണം കേട്ടോ, ഭയങ്കര സ്മെല്ല്. ഇങ്ങനത്തെ ഓരോ കുഴികളുണ്ട് കേട്ടോ, ഈ ചാല് പോലെ എടുത്തിട്ടേക്കണത്. അതിൻ്റെ അകത്താണ് ആ പാടെ പരിപ്പളവണം. സാധാ കുഴി പോലെ അല്ല അത്. വണ്ടിയിൽ ആപ്പീസ് കൂട്ടും. വലിയ വണ്ടിക്ക് പോലും അതിൽ ചാടുമ്പോൾ തന്നെ നല്ല ഇടിയാണ് കിട്ടുന്നത്. ഇടി കണ്ട, ഇത് കണ്ട, എൻ്റെ അമ്മോ, അടിപൊളി. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കുന്നത്. രാവിലെ എണീക്കാൻ പറ്റൂല. നമ്മൾ ഫുൾ ടൈം ഓടിയിട്ട് നമ്മൾ ചെന്ന് കിടന്നാൽ രാവിലെ എണീക്കാൻ നമുക്ക് പറ്റൂല, അത്ര ക്ഷീണവും. ഗൈസ്, അപ്പോൾ ഇങ്ങോട്ടാണ് മാപ്പ് കാണിക്കുന്നത് കേട്ടോ. ആ ഒരു മുക്കിൽ ഇറങ്ങി വന്ന് നിൽക്കുകയും അവിടുന്ന് ഒരു വണ്ടി വരണമെങ്കിൽ അവിടെ പെട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ശരി, കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എമൗണ്ട് ഞാൻ പറഞ്ഞില്ലല്ലേ, പറയാം, ഒരു മിനിറ്റ്. 35 രൂപയാണ് കിട്ടിയത് കേട്ടോ. ഗൈസ്, അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സംസം പാളയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നമ്മളെ ഫുഡും റെഡിയാണ് കേട്ടോ. റെഡി ആയിട്ട് ഒരു 5 മിനിറ്റ് ആയി. കാരണം ഗൈസ്, അപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയണത് വെജ് കുറുമ, അപ്പം, ഇടിയപ്പം, ചിക്കൻ കറിയാണ് കേട്ടോ. 2 സെറ്റായിട്ട്. ആദ്യ സെറ്റ് വെജ് കുറുമയും അപ്പവും ഇടിയപ്പവും, രണ്ടാമത്തത് വെജ് കുറുമയും ചിക്കൻ കറി, സോറി ഇടിയപ്പവും ചിക്കൻ കറി എടുത്തിട്ടുണ്ട്. അപ്പോൾ കൊടുക്കാനുള്ളത് കുറങ്ങോണം കേട്ടോ. അപ്പർ മെറിഡിയൻ ഹോട്ടലിലാണ് കൊടുക്കാനുള്ളത്. കുറങ്ങോണമാണ്. ഇവിടുന്ന് 3.6 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് ഓർഡർ അടിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. ചില സമയത്ത് നമുക്ക് കറക്റ്റ് ഫുഡ് കഴിക്കാൻ പറ്റും. പക്ഷെ എന്നും ഒരുപോലെ ഇരിക്കില്ലല്ലോ. ഫുഡ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് രാവിലെയുള്ള ഫുഡ്. മിക്ക ദിവസങ്ങളിലും താമസിച്ചാണ് കഴിക്കുന്നത്. ചില ദിവസങ്ങളിൽ കഴിക്കാൻ പറ്റൂല. നമ്മൾ ഓർഡർ ശ്രദ്ധിക്കുക, ഫുഡ് കഴിക്കുക. എടെ പോടെ, അതെന്ത് കാണിക്കുന്നത്? സിഗ്നലും വേണ്ടി കിടക്കുന്നത്, വണ്ടികളും പോകുന്നില്ല. നമുക്ക് ഉള്ളതെന്ന് പറയണത് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകാനുള്ളത് കേട്ടോ. ലെഫ്റ്റാണ് പോവാണ്. ഓക്കെ, ലെഫ്റ്റാണ് പോകാനുള്ളത്.
ഗൈസ് അപ്പം നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഒരു 300 മീറ്ററും കൂടെ ഉള്ളു കേട്ടോ. അപ്പർ മെറിഡിയൻ ഹോട്ടലിൻ്റെ അവിടെയാണ് കാണിക്കുന്നത് ലൊക്കേഷൻ. 100 മീറ്ററും കൂടെ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ ഡെയിലി കൊടുക്കണ സ്ഥിരം കൊടുക്കണ ഓർഡർ ആയിരിക്കാം, മേ ബി. അവിടെ ഫുൾ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ലൊക്കേഷൻ മാപ്പ് കാണിക്കുന്നത്. ഇവിടെ അല്ലേ? ശരി. ഓക്കെ ഗൈസ്, അപ്പോൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ് അവ 54 രൂപയാണ് കിട്ടിയേട്ടാ. 54 രൂപ. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഓനെ നേരെ അടിച്ചിട്ട് ചേട്ടാ. എനിക്കിത് കൊണ്ട് കൊടുക്കാതെ വരാൻ പറ്റൂലല്ലോ. സംസം റെസ്റ്റോറൻ്റ് ആണ് പയ്യന്മാറിൽ. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് ഇതിലെ കൂടെ ഷോർട്ട് കട്ട് കയറി പോകാൻ പറ്റും. ഇല്ല, വഴിയുണ്ട്. സൊമാറ്റോന്ന് തന്ന ഇതാണ് ഇട്ടേക്കണ കേട്ടാ. മറ്റേ കോട്ട് പോലത്തെ സാധനം കൊണ്ട് ഇട്ടേക്കണ. ഇത് ചൂടില്ല, പക്ഷെ റെയിൻ കോട്ട് അങ്ങനെ എടുത്തിട്ടാ പൊള്ളി ആടുന്നൊരു പരുവോ. ഓക്കെ, നമുക്ക് ഇതിലെ കൂടെ കയറി പോവാം. ഏകദേശം അപ്പം നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. കഴിച്ചപ്പം ഐറ്റം എടുത്തിട്ടുണ്ട്. കടലക്കറിയാണ് കേട്ടോ. കടലക്കറിയാണ് മോനെ. ഇപ്പൊ കൊടുക്കാനുള്ളത് വിമൻസ് ഹോസ്റ്റലാണ്, വഴുതക്കാട്. ഇവിടുന്ന് 3.9 കിലോമീറ്റർ ഉണ്ട്, അല്ലെങ്കിൽ 4 കിലോമീറ്റർ മാക്സിമം. ഗൈസ് ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ആ വീടാണ്. ശരി, ഓക്കെ. രൂപയാണ് കിട്ടിയത്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മളെ ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് 787 ഇപ്പോൾ 9.58 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. 15 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 165 രൂപ മിനിമം ഗ്യാരണ്ടിയും ഓർഡർ പേ 624 രൂപയാണ് ഓർഡർ പേ. വർക്ക് ചെയ്തത് എന്ന് പറയണത് രാവിലെ 7 to 2 പിന്നെ അടുത്ത് വൈകുന്നേരം 7 to 10 നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ടോട്ടൽ ഏണിങ്സ്. കുറച്ച് ക്ലിപ്പ് എടുത്തിട്ടില്ല, അതിനുള്ള സമയം കിട്ടിയില്ല. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ. ഓക്കെ.